ചെറുപ്പം മുതലേ ഡിക്സൺ രാജ ഒരു അന്തർമുഖനായിരുന്നു. താൻ ചെയ്ത വീഡിയോ ഗെയിം കാണിക്കാം എന്ന് പറഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ട് തൻ്റെ റൂമിൽ പോയി ശ്വാസം മുട്ടിച്ച് കൊന്ന് മൃതദേഹം മഴുകൊണ്ട് വെട്ടി ശുചിമുറിയിൽ സൂക്ഷിച്ച് ആ കൊലവിവരം ആരും അറിയാതെ തന്നെ താഴത്തെ റൂമിൽ വന്ന് അച്ഛൻ്റെയും സഹോദരിയുടെയും ഒപ്പം ഭക്ഷണം കഴിച്ച് വീണ്ടും സെയിം രീതി തന്നെ റിപ്പീറ്റ് ചെയ്ത് അച്ഛനെ വിളിച്ചുകൊണ്ട് മുകളിലോട്ട് പോയി അച്ഛനെ കൊന്ന് വീണ്ടും തിരിച്ചു വന്നു സഹോദരിയെ കൊന്നു. ഇതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി ആ വീട്ടിലുണ്ടായിരുന്ന ബന്ധുസ്ത്രീയെയും കൂടെ പുള്ളി കൊന്നു. അച്ഛനെയും അമ്മയും സഹോദരിയെയും മുകളിലത്തെ ശുചിമുറിയിലിട്ട് കത്തിക്കുന്നതിനിടെയാണ് പുക പകരുന്നത്. പുകയും തീയും പടർന്ന് നാട്ടുകാരത് കാണാനിടയായത്. അങ്ങനെയാണ് ഈ കൊലപാതക വിവരം പുറത്തറിയുന്നത്. കോടികൾ വില വരുന്ന സ്വത്തുക്കൾക്കുടമയായ ഡിക്സൺ രാജ ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഒരു പ്രൈവറ്റ് റൂമിലെ 7262 എന്ന നമ്പറിന് മാത്രം ഉടമയാണ്. 8 വർഷമായി ഈ കേസ് ഇന്നും നാളെയുമായിട്ട് വിധി പറയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായിരിക്കും വിധി എന്നറിയാൻ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയായാലും തക്കതായ ശിക്ഷ തന്നെ ഡിക്സൺ രാജയ്ക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.